ഡിവൈഎഫ്ഐയുടെ കോന്നി ബ്ലോക്ക് കമ്മിറ്റിയിലെ യുവാക്കൾ ഇപ്പോൾ കോന്നി ഗവൺമെന്റ് ഹൈസ്കൂൾ പെയിന്റ് അടിക്കുന്നതിന്റെ തിരക്കിലാണ്. നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് സ്കൂളിലെ നവീകരണ പ്രവർത്തനം നാടിന്റെ യുവജനത ഏറ്റെടുത്തിരിക്കുന്നത്. സ്കൂളിൽ നിന്നും സുജിറ്റി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡിവൈഎഫ്ഐ എല്ലാ കാലഘട്ടങ്ങളിലും പുതുമയുള്ള മാതൃകാപരമായ നാട് മുഴുവൻ അംഗീകരിക്കുന്ന വിവിധ സേവന പദ്ധതികൾ. അതുകൊണ്ടാണല്ലോ ഡിവൈഎഫ്ഐക്ക് ആയിരക്കണക്കിനും പതിനായിരക്കണക്കിനും ചെറുപ്പക്കാർ ഡിവൈഎഫ്ഐക്കൊപ്പം അണിനിരക്കുന്നത്. ഇവിടെ നമ്മുടെ പുതിയ സ്കൂൾ വർഷത്തിൽ നമുക്ക് ജില്ല മുഴുവൻ നമുക്ക് വിവിധ പദ്ധതികൾ നടപ്പാക്കുകയാണ്. ഇപ്പോൾ പഠന ഉപകരണങ്ങൾ നമ്മളെല്ലാ പ്രദേശങ്ങളിലും കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ മുമ്പിൽ ഡിവൈഎഫ്ഐ ആണ് ഉണ്ടാവുക. PTA സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു യോഗം ചേർന്ന് വിലയിരുത്തിയപ്പോഴാണ് ഈ സ്കൂളിൻ്റെ കെട്ടിടം ഒരു മോശപ്പെട്ട നിലയിൽ നിൽക്കുന്നു എന്ന് ബോധ്യപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആദ്യം വിശ്വസിച്ച് നമുക്ക് സമീപിക്കാവുന്ന സംഘടന എന്ന നിലയിലാണ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയെ നമ്മൾ സമീപിച്ചത്. അപ്പോൾ ബ്ലോക്ക് കമ്മിറ്റി ആ കാര്യം വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഏറ്റെടുത്തു. നമ്മൾ ഈ പ്രവർത്തനം സ്കൂള് തുറക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തീകരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ദ്രുതഗതിയിൽ ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ 1600 കുട്ടികളാണ് നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്നത്. ഈ സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ ഡിവൈഎഫ്ഐയുടെ ഇടപെടലും അവരുടെ ഒരു പ്രകടമായ പങ്കാളിത്തവും ഈ സ്കൂളിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഏറ്റവും ഗുണകരമാകും എന്നാണ് PTA കരുതുന്നത്. നമ്മൾക്ക് ഏതാണ്ട് ഒരു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഇത്തരത്തിൽ PTA ഭാരവാഹികൾ നമ്മളെ വിളിച്ച് ഇത്തരത്തിൽ ഈ പഴയ കെട്ടിടം നവീകരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സഹായിക്കാൻ ആവശ്യപ്പെടുന്നത്. ഉടൻ തന്നെ ഡിവൈഎഫ്ഐയുടെ കോന്നി ബ്ലോക്ക് കമ്മിറ്റി അതിന് തയ്യാറാവുകയും ഡിവൈഎഫ്ഐയുടെ കോന്നി ബ്ലോക്ക് കമ്മിറ്റിയുടെ കീഴിലുള്ള വിവിധ യൂണിറ്റുകൾ ബിരിയാണി ചലഞ്ച് നടത്തുകയും ആ ബിരിയാണി ചലഞ്ചിലൂടെ കണ്ടെത്തിയിട്ടുള്ള ഏതാണ്ട് 2.5 ലക്ഷത്തോളം വരുന്ന തുകയാണ് ഈ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. തീർച്ചയായും ഇതൊരു ഒറ്റപ്പെട്ട പ്രവർത്തനമല്ല. ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ജില്ലയൊട്ടാകെ നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഒരു തുടർ പ്രവർത്തനമായിട്ട് വേണം ഇതിനെ കാണുവാൻ. സന്തോഷം. ഡിവൈഎഫ്ഐയുടെ ഈ പ്രവർത്തനം വളരെ മാതൃകാപരമാണ്. നമ്മുടെ കോന്നി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞങ്ങളുടെ സ്കൂളിൽ ഇത്ര ഒരു സംരംഭം തുടങ്ങി വെച്ചേക്കുന്നത്. എൻ്റെ അടുത്ത് നിന്ന് ഈ തകർത്ത് പണിയുന്നത് ഈ സ്കൂളിലെ ലീഡറാണ്. ഇപ്പോൾ +2 കഴിഞ്ഞ് റിസൾട്ട് കാത്തിരിക്കുകയാണ് അല്ലേ? റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതെ 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 ഇടയ്ക്കാണ് സ്കൂൾ പെയിന്റ് ചെയ്യുന്നത്. അതെ 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 അഭിമാനമുണ്ട്. നമ്മുടെ സംഘടന തന്നെ നമ്മുടെ സ്കൂള് വൃത്തിയാക്കുന്നതിൽ വിപ്ലവകരമായ പല മാറ്റങ്ങളും തുടക്കമിട്ട സംഘടനയാണ് ഡിവൈഎഫ്ഐ. അപ്പം അഭിമാനമുണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കുചേർന്നത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. അതായത് ഈ അവധിക്കാലത്തുള്ള വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവാക്കൾ ഈ സമയത്ത് സ്കൂൾ മുഴുവൻ ശുചീകരിക്കുന്ന ഒരു പ്രവർത്തനം മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ്. ക്യാമറമാൻ അഖിലേഷ് കുളമനൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.